പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് സംഘർഷ കേസിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയുടെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളി. ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറിയും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ ജെയ്സൺ ജോസഫിന്റെ ഹർജിയാണ് തള്ളിയത്. വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ജെയ്സനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ വിദ്യാർത്ഥിനിയായ നിളായസ് പണിക്കരുടെ പരാതിയിലാണ് ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറിയും കോളേജിലെ വിദ്യാർത്ഥിയുമായ ജെയ്സൺ ജോസഫിനെതിരെ ആറന്മുള പോലീസ് കേസെടുത്തത്. ജനുവരി 9-ന് ജെയ്സണൊപ്പമുള്ള 3 പ്രതികൾക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചെങ്കിലും ഇയാളുടെ മുൻ കേസുകൾ ചൂണ്ടിക്കാട്ടി ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. ഇതോടെയാണ് ജെയ്സൺ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്നലെ കേസ് പരിഗണിച്ച സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് അംഗീകരിക്കുകയായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗമായ ജെയ്സന് വേണ്ടി CPIM നേതൃത്വത്തിന്റെ സമ്മർദ്ദഫലമായാണ് അറസ്റ്റ് വൈകിക്കുന്നതെന്നാണ് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. പരാതിക്കാരിയെ ജെയ്സൺ ഉൾപ്പെട്ട സംഘം മർദ്ദിച്ച് മൂക്കിന് ക്ഷതം വരുത്തിയെന്നാണ് കേസ്. എന്നാൽ CCTV ദൃശ്യങ്ങളടക്കം തെളിവുകളുണ്ടെന്നും പരാതിക്കാരിക്ക് മർദ്ദനമേറ്റിട്ടില്ലെന്നുമാണ് ജെയ്സൺ ജോസഫിന്റെയും പ്രതികളായ SFI പ്രവർത്തകരുടെയും വാദം. 24 പത്തനംതിട്ട.